നമ്മുടെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ ഗവൺമെന്റും ഈ പാകിസ്ഥാൻ ഇഷ്യൂ ഹാൻഡിൽ ചെയ്ത വിധം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവും. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ഒന്നും ഒളിക്കാനില്ല, കറക്റ്റ് കാര്യങ്ങൾ ചെയ്തു വന്നു. അതാണ് നമ്മൾ ചെയ്തത് ബേസിക്കലി. അപ്പൊ ഇനി വേറൊരു സിനാരിയോ നോക്കാം. ഇതേ സംഭവം നമ്മുടെ അമേരിക്കയുടെ CIA ആണെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക? CIA പ്ലേ ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് അവർ ഇത്രയും കാലം ഇത്രയും രാജ്യങ്ങളിൽ ഒരുപാട് ചെയ്ത ഒരു സംഭവമാണിത്. മൊസാഡിലെ ആൾക്കാരാണെങ്കിൽ ഓരോ ആൾക്കാരിനെ പോയി കൊന്നിട്ട് വരും. അതല്ല, ഇത് CIA വേറെ തന്നെ ഒരു സംഭവമാണ്. അപ്പൊ എങ്ങനെയാണ് അമേരിക്കക്കാര് പാകിസ്ഥാനെ തകർക്കാൻ പോകുന്നത്? ഒരു സിനാരിയോ ആണ് കേട്ടോ, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് പറയുന്നതാണ്. CIA കുറെ ഏജൻസ് പാകിസ്ഥാനിൽ ഓൾറെഡി ഉണ്ടാവും, ഹൈലി ഇൻഫ്ലുവൻഷ്യലും ആയിരിക്കും അവര്. അപ്പൊ അവർ ആദ്യം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ള ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ഒരു പേരിനൊരു ഗവൺമെന്റ് ഉണ്ടല്ലോ, ആ ഗവൺമെന്റിനെ എതിർക്കുന്ന ആരെങ്കിലും ഈ പാകിസ്ഥാന്റെ അകത്ത് തന്നെ ഉണ്ടോ എന്ന് നോക്കും. ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. ബലോചിസ്ഥാൻ BLA, ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പട്ടാളവും വലിയൊരു ടീംസും ഇരിക്കുന്നുണ്ട്. അവർ ഇന്ത്യക്കാരുടെ അടുത്ത് തോക്കും കുറച്ച് ബുള്ളറ്റ് എന്താ ഞങ്ങൾ തോൽപ്പിക്കുക പാകിസ്ഥാൻകാരനെന്നാണ് അതിന്റെ ലീഡർ അല്ലാ നസീറൊക്കെ വന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റ് പാകിസ്ഥാൻ ഞങ്ങൾക്ക് വേണം, ഈ പാകിസ്ഥാൻ സെപ്പറേറ്റ് ആക്കണം, ഞങ്ങൾ ഈ പാകിസ്ഥാന്റെ കൂടെ ഇന്ന് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ബലോചിസ്ഥാൻകാർ. ബലോചിസ്ഥാനിൽ വേറൊരു കാര്യമുള്ളത്, അവിടെ മിനറൽ ഡെപ്പോസിറ്റ്സും ബാക്കിയുള്ള ഇഷ്ടം പോലെ ഇങ്ങനത്തെ നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. എന്നാൽ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ചൈനക്കാരുടെ ആ ഒരു പോർട്ടും അവിടെ ഉള്ളത് ബലോചിസ്ഥാനിലെ ആ ഒരു സ്ഥലത്താണ്. അപ്പൊ CIA എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ പോവും ബലോചിസ്ഥാന്റെ ആ ആൾക്കാരുടെ അടുത്തേക്ക് പോകും. എന്നിട്ട് പറയും ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ തരാം. അതിപ്പോ പൈസ ആണെങ്കിൽ പൈസ തരാം, ഇനിയിപ്പോൾ വെപ്പൺസ് ആണെങ്കിൽ ഞങ്ങൾ അമേരിക്കയിൽ ഞങ്ങളുടെ ഫാക്ടറിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്, ഇഷ്ടംപോലെ അവിടെ ഇരിക്കുന്നുണ്ട്, അത് കുറച്ച് തരാം. ഇനിയിപ്പോൾ ഇതും പോരാ, കുറച്ച് ഇന്റൽ വേണമെങ്കിൽ, അതായത് ഇന്ന മന്ത്രി അവിടെ ഉണ്ടാവും, ഇന്ന ആൾ ഇവിടെ ഉണ്ടാവും എന്നുള്ള ഇന്റലിജൻസ് വേണമെങ്കിൽ അത് ഞങ്ങൾ തരാം, ഫുള്ള് സഹായം ഞങ്ങൾ തരാം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും ഭാവിയിൽ എന്നൊക്കെ പറഞ്ഞൊരു ഡീൽ അങ്ങോട്ട് ഉറപ്പിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ബലോചിസ്ഥാൻകാർ ഈ ഇത്രയും മിലിറ്ററി സാധനമൊക്കെ ഇട്ട് ഈസി ആയിട്ട് അവരെന്ത് ചെയ്യും, ഈ പാകിസ്ഥാൻകാരനെയൊക്കെ തോൽപ്പിച്ച് അവർ സ്വന്തം ഒരു രാജ്യം സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് രാജ്യമാവും. അപ്പൊ പിന്നെ പാകിസ്ഥാനിലുള്ള ഈ സ്ഥലം സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ഇപ്പോൾ ഉള്ള ഗവൺമെന്റിന് അവിടെ ഇരിക്കാൻ പറ്റില്ല, അതെന്തായാലും ഇറങ്ങണം. അപ്പൊ തിരിച്ച് കയറുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടല്ലോ, അതിന്റെ മെയിൻ ആളായിട്ട് CIA ഒരാളിൽ തന്നെ അവർ വെക്കും. അതിപ്പോൾ വെക്കുന്ന ആളുടെ എന്തെങ്കിലും ഒരു ഷെയ്ഡി പാസ്റ്റോ അല്ലെങ്കിൽ അയാളുടെ ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവരുടെ CIA കയ്യിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരാളെ വെക്കും ഹെഡായിട്ട്, ഇത് പാകിസ്ഥാൻ്റെ തന്നെ. അപ്പോൾ എന്ത് ചെയ്തു, ഒരു രാജ്യത്തിനെ പകുതി സെപ്പറേറ്റും ആക്കി ആ രാജ്യത്തിൻ്റെ ഹെഡിനെ നമ്മുടെ സ്വന്തം ആളിനെ വെച്ചു. അപ്പോൾ ഇത് പാകിസ്ഥാനിക്ക് മാത്രമല്ല, പാകിസ്ഥാനിക്ക് ഇട്ടൊരു അടിയാണ്, ചൈനക്കാർക്ക് ഇട്ടൊരു അടിയാണ്. ചൈനയുടെ പോർട്ട് ഇരിക്കുന്നത് ബലോചിസ്ഥാനിലാണ്. ഇനിയിപ്പോൾ ഈ അവരുമായിട്ടുള്ള ഡീലൊക്കെ മാറുമല്ലോ. അപ്പോൾ അമേരിക്കയുടെ രണ്ട് ശത്രുക്കൾക്കെതിരെ ഒരു അടി, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമായിരിക്കും ഈ CIA ചെയ്യുന്നത്.